ശാന്തിയും സമാധാനവും തേടി അനായാസം ചെന്നെത്തുവാൻ പറ്റിയ ഭൂസൗന്ദര്യങ്ങൾ നമുക്ക് ചുറ്റിനും ഇക്കാലത്ത് വിരളമാണ്. എന്നാൽ മനുഷ്യർ കുത്തിവരച്ച് വീർതമാക്കാത്ത ചില ഭൂപ്രദേശങ്ങൾ ഇന്നുമുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കൊഴിഞ്ഞ നേരങ്ങളിൽ ഗ്രാമീണ സൗന്ദര്യം എന്തെന്നറിഞ്ഞ് ആസ്വദിക്കുവാൻ പറ്റിയ സ്ഥലങ്ങൾ. അത്തരം പ്രദേശങ്ങളിൽ ഒന്നാണ് എറണാകുളം നഗരത്തിൻ്റെ ഓരം ചേർന്ന് സ്വദേശികളെയും വിദേശികളെയും വല്ലാതെ ആകർഷിക്കുന്ന കടമക്കുടി. റോഡ് മാർഗം കടമക്കുടിയിൽ എത്തിച്ചേരാമെങ്കിലും നമ്മുടെ യാത്ര ജങ്കാറ് കയറി പുഴ കടന്ന് കടമക്കുടിയിലെ ദ്വീപുകളിലൂടെയാണ്. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയ്ക്ക് സമീപത്താണ് കടമക്കുടി. 14 ദ്വീപുകൾ ചേർന്ന വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശം. വലിയ കടമക്കുടി, മുരിക്കൽ, പാലിയംതുരുത്ത്, പിഴാല, ചെറിയ കടമക്കുടി, പുളിക്കൽപ്പുറം, മൂലംപള്ളി, പുതുശ്ശേരി, ചരിയംതുരുത്ത്, ചേന്നൂർ, കോതാട്, കോരമ്പടം, കണ്ടനാട്, കരിക്കാട് തുരുത്ത് എന്നീ ദ്വീപുകളാണ് കടമക്കുടി ദ്വീപ് സമൂഹത്തിലുള്ളത്. അതിലേറ്റവും മനോഹരമായ വലിയ കടമക്കുടിയിൽ വരാപ്പുഴ വഴി നേരിട്ട് എത്തിച്ചേരാം. എന്നാൽ പാലിയന്തുരുത്തിൽ നിന്നും ജങ്കാറ് കയറിയുള്ള ഒരു യാത്രയ്ക്കൊടുവിൽ അഴകാർന്ന വലിയ കടമക്കുടിയിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യമാണ് നമ്മുടേത്. കടമക്കുടിയിൽ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണ്. മെട്രോ സ്റ്റേഷന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി സർവീസ് ആരംഭിച്ചാൽ മാത്രം മതി. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. വിനോദപ്രേമികൾക്ക് പാലിയന്തുരുത്തിൽ കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ധാരാളം സഞ്ചാരികൾ അതിലേർപ്പെട്ടിരിക്കുന്നത് പാലിയന്തുരുത്ത് വാട്ടർ മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും കാണാൻ കഴിയും. ഇപ്പോൾ ഈ ജങ്കാറ് കയറി വലിയ കടമക്കുടിയിൽ ഇറങ്ങാം. എന്നാൽ മെട്രോ സർവീസ് ആരംഭിക്കുന്നതോടെ ഈ സൗകര്യം നിന്നുപോയേക്കാം. വലിയ കടമക്കുടിയിലാണ് മനോഹരമായ വ്യൂ പോയിന്റ് ഉള്ളത്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് വലിയ കടമക്കുടിയിലെ ഭൂസൗന്ദര്യം അല്പം കണ്ടു നടക്കാം. കടമക്കുടിയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇതേപോലെയാണ്. ഒരു കാലത്ത് കൃഷിയിടങ്ങളായിരുന്ന ഈ പാടശേഖരങ്ങളിൽ
ഇപ്പോൾ മത്സ്യകൃഷിയാണ് നടത്തിവരുന്നത്. 6 മാസത്തേക്ക് ഇവ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. കാലാവധി പൂർത്തിയാകുന്നതോടെ വെള്ളം വറ്റിച്ച് മത്സ്യം പിടിക്കും. അതോടെ അടുത്ത 6 മാസത്തേക്ക് ആർക്കും മത്സ്യം പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്ഥല ഉടമ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെയുള്ള ഉദയാസ്തമനങ്ങൾക്ക് അഴകേറെയാണ്. രാവിലെ വരുന്നവർക്ക് ജനത്തിരക്കില്ലാതെ സൂര്യോദയം കാണാൻ കഴിയും. വൈകിട്ടാണ് വരുന്നതെങ്കിൽ ആൾത്തിരക്കുണ്ടാകുമെങ്കിലും ഗ്രാമീണ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ കഴിയും. വലിയ കടമുക്കുടി വ്യൂ പോയിന്റിന് സമീപം മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. കടമക്കുടി വരാപ്പുഴ പാതയുടെ ഇരുപുറങ്ങളാണ് കടമക്കുടി വ്യൂ പോയിന്റ്. ധാരാളം സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഇവിടുത്തെ ഈ ദൃശ്യഭംഗി കാണാനെത്തിയിട്ടുണ്ട്. അവരെ സൽക്കരിക്കാൻ നിരവധി സൽക്കാരശാലകളുമുണ്ട്. ഇവിടെ നിന്ന് സൂര്യാസ്തമനം കണ്ടും ഗ്രാമീണ രുചിക്കൂട്ടുകളുടെ രുചി അറിഞ്ഞും കുടുംബവും കുട്ടികളുമായി സമയം കൊല്ലാനെത്തിയവരുടെ തിരക്കാണ് ഇവിടുത്തെ ഓരോ സന്ധ്യകളും.